വൈറ്റില, ചേർത്തല, ആലപ്പുഴ വഴി പോയി പോകുന്ന KRTC ഡ്രൈവർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അരൂർ ജംഗ്ഷനിൽ നിന്നും ഒരു KRTC ബസിന്റെ ഡ്രൈവിംഗ് സീറ്റ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. സീറ്റ് നഷ്ടപ്പെട്ട ഡ്രൈവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് കൃത്യമായ അടയാള സഹിതം വരികയാണെങ്കിൽ മാത്രം തന്നു വിടുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നാളെ കൊരണ്ടിപ്പലക വലിച്ചിട്ടോണ്ടിരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകേണ്ടി വരുമുള്ള കാര്യമേ ഞാൻ ആദ്യം പറഞ്ഞേക്കാം. എന്റെ ദൈവമേ, കോതമംഗലത്ത് നിന്ന് ഈഡിപ്പോയിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചു വന്ന സ്റ്റേഷൻ മാസ്റ്ററാണ് ഞാൻ. ദൈവമേ, ഇന്നൊരു 1-ാം തീയതിയാണ്. എനിക്ക് തലയ്ക്ക് വെളിവ് തരണേ. സാറേ, തിരുവാതിരക്ക് പോകുന്ന എന്റെ വണ്ടിക്ക് ഹോണില്ല. ഏത് വണ്ടിയാടാ തിരുവാതിര കളിക്കാൻ? അതല്ല സാറേ, തിരുവനന്തപുരത്തിന് പോകുന്ന എന്റെ വണ്ടിക്ക് ഹോണില്ലെന്ന്. എടാ, രാവിലെ തന്നെ ഒരുത്തൻ ഒരു മുണ്ടക്കയം എടുത്തോണ്ട് പോയിട്ടുണ്ട്. എന്നിട്ട് എന്തായി? അതിന് ബ്രേക്കേ ഇല്ല. അവന്റെ ഹോൺ. സാറേ, ഹോണില്ലാതെ ഞാൻ എങ്ങനെ പോകും? എടാ, നീ ഒരു കാര്യം ചെയ്യ്. നീ തല വെളിയിലിട്ട് കൂബി അങ്ങ് പോയാ മതി. പിന്നെ ഒരു കാര്യം, കൃത്യമായി ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിക്കും. പിന്നെ പുളുത്തി ഇവിടെ ശമ്പളം ചൂട്ട് തന്നിട്ട് അങ്ങോട്ട് ബീച്ചാൻ. അത് സത്യം. പിന്നെ സാറേ, ശമ്പളത്തിന്റെ കാര്യം എന്തോ ആയി? ദൈവമേ, ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞെന്നും പറഞ്ഞ് ഇനി തന്നെ അവന്മാര് ഡിസ്മിസ് ചെയ്യുവോ? ദൈവമേ, ഹലോ KRTC, ഞാൻ താങ്കൾക്ക് എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? ഹലോ സാറേ, പൊള്ളാച്ചിക്ക് ഇപ്പൊ മിന്നലുണ്ടോ സാറേ? എടാ, പൊള്ളാച്ചിക്ക് മിന്നലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ വീട്ടിൽ വരുന്ന പിരിവുകാരൻ അണ്ണാച്ചിക്ക് ഒരു മറുള്ളതായിട്ട് അറിയാം. സാറേ, പൊള്ളാച്ചിക്ക് ഇപ്പൊ മിന്നലുണ്ടോ? എടാ, പൊള്ളാച്ചിക്ക് മിന്നലുണ്ടോ, ഇടിയുണ്ടോ, മഴയുണ്ടോ എന്ന് അത് അവിടെ പോയി അന്വേഷിക്കണം. ഇവിടെ ഇരിക്കുന്ന ഞാനിതെങ്ങനെ അറിയും? എന്നെ ഇടപാടാടാവേത്. സാറേ, പൊള്ളാച്ചിക്ക് ഇപ്പൊ മിന്നൽ ബസ് ഉണ്ടോ എന്നാണ് ഞാൻ ഈ ചോദിക്കണേ. സുഹൃത്തെ, ഞാൻ ഇവിടെ അങ്ങോട്ട് ജോയിൻ ചെയ്തതേ ഉള്ളു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മെഴുകി വരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇടിയുണ്ടോ, മിന്നലുണ്ടോ, മഴയുണ്ടോ എന്ന്. ഒന്ന് പോകാൻ നോക്കടാ കുഞ്ഞേ. നീയാണോടാ മിന്നൽ മുരളി? ഞാൻ അല്ല, മിന്നലിലും മുള്ളില ഞാൻ. എടാ, മിന്നലും ഉള്ളിയോ ഉരുളിയോ എന്നല്ല ഞാൻ ചോദിച്ചേ, നിന്റെ പെടലിക്ക് തന്നെ പറ്റി? സാറേ, ഞാൻ ശമ്പളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച ഞാൻ സമരം വിളിക്കാൻ പോയപ്പോ MD ദേഷ്യപ്പെട്ട് ഓടി വന്നേച്ച് എന്റെ നാക്കെ പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് വലിച്ചു വിടുന്ന ഒറ്റ വിടല. എന്റെ നാക്ക് പോയി അണ്ണാക്കി പോയി ഇടിച്ചിട്ട് തോണ്ടോ അവിടെ കിട. എടാ, നാക്ക് പിടിച്ച് വലിച്ചതിന് എന്തിനാണ് ഈ പെടലി കെട്ടി വെച്ചേക്കുന്നത്? സാർ, ഈ നാക്കിന്റെ പുറകിലാണല്ലോ ഈ പെടലി. അങ്ങനെ എന്റെ പെടലി വിളിച്ച്. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? സാറേ, ഞാൻ ആ കട്ടുപുറത്തിരിക്കുന്ന ബസ്സിന്റെ ഡ്രൈവറാ. എടാ, കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സിന് എന്തിനാണ് ഡ്രൈവർ? അയ്യോ, എന്റെ ദൈവമേ. സാറേ, ഞാൻ കട്ടപ്പനയ്ക്ക് പോകുന്ന ബസ്സിന്റെ ഡ്രൈവറാ. കട്ടപ്പനയ്ക്ക് പോകുന്ന ബസ്സിന്റെ ഡ്രൈവർ. സാറേ, എനിക്കെന്തിനാ സാറ് കുഴലപ്പം? കുഴലപ്പോ? അയ്യോ, കുഴപ്പമല്ല. ശരിക്കെന്തിനാ? എനിക്കെന്താ കുഴപ്പം? എടാ, നിനക്ക് എന്താ കുഴപ്പം? എല്ലാവരും കൂട്ടത്തിൽ സുന്ദരിമാരോ ലേഡി കണ്ടക്ടർമാർ എന്റെ കൂട്ടത്തിൽ മാത്രം ഇല്ല. അപ്പൊ സാറ് എന്റെ കൂട്ടത്തിലുള്ള ആനിനെ സാർ ഒരു പെണ്ണാക്കി തരും. ഞാൻ സർജറി ഒന്നും പഠിച്ചിട്ടില്ല, സോറി. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ ഇവിടെ വളയം ചാടി നടക്കണമാർക്കൊക്കെ വളയം ചാടി നടക്കാൻ ഇവിടെ ജമിലി സർക്കസ് വല്ലതും ഉണ്ടോ? ഞാനിപ്പോ ഇന്നത്തെ ഈശ്വര ജമിലി സർക്കസിലേക്ക് പോകും. വളയം പിടിച്ച് ചാകാരെ കിടക്കണമാർക്കൊക്കെ അത് പറ. സുന്ദരിമാരുമായ ലേഡി കണ്ടക്ടർമാർ സത്യമാ. എനിക്ക് മാത്രം അയ്യോ, ഒരു വൃത്തികെട്ട അവനെ കണ്ടു മടുത്ത് എവിടെയെങ്കിലും പോയി ചാകാൻ. പോലെ ഞാൻ അടുത്ത ഡിപ്പോയിൽ നിന്ന് പറഞ്ഞാൽ കടം മേടിച്ചെങ്കിലും തരാം. ഇനി എന്തായാലും വേണ്ടില്ല. ഒരു ലേഡി കണ്ടക്ടർ കിട്ടണവരെ ഞാൻ ഇവിടെ സമരം ചെയ്ത് നിൽക്കാൻ പോവാണ്. ഈ സമരം ചെയ്. എന്റെ ജീവിതം പോയി. നിന്റെ ജീവിതം പോയി. ഞാൻ മരിക്കാൻ പോകും. ഞാനിത് എവിടെ പോയി? എവിടെയെങ്കിലും ചാകും ഞാൻ. പരിപാടിയെന്ന് പറ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇവിടെ വന്ന് 1-ാം തീയതി കയറി എന്തോ ഹെൽമെറ്റ് ഒക്കെ ആയിട്ട്. എന്ത് ഹെൽമെറ്റ് ഇട്ടോട്ടാണ് ബസ് ഓടിക്കുന്നത്? അതല്ല സാറേ, തല വെളിയിലിട്ടോണ്ടേ പിന്നെ എന്തോ വായി നോക്കി ഇങ്ങനെ നടക്കുന്നത്. എന്തോ പറഞ്ഞു അങ്ങനെ കൂക്കി പോകുന്ന സമയത്ത് വല്ല പോശലും ചെന്ന് തല ഇടിച്ചാലേ ശരിയാ ജീവിക്കണ്ട സാറിന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകത്തില്ല. സേഫ്റ്റിക്ക് വേണ്ടിയാ സാറേ. എനിക്കൊരു ചെറിയ സഹായം ചെയ്യൂ. പൈസയുടെ കാര്യമാണല്ലോ. അല്ല, പൈസയുടെ കാര്യമല്ല. പിന്നെന്തുവാ? ഒരു പെണ്ണിനെ ഒന്ന് സെറ്റപ്പ് ആക്കി തരൂ. സ്വഭാവം സാർ ഇത്.
അല്ല ഞാൻ സാറ് മനുഷ്യനാണോ? ഞാൻ പറയട്ടെ. ഒന്നും പറയണ്ട. അല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കട്ടെ. എന്തോ സാറേ ഇത്? എടാ ഞാൻ ഉദ്ദേശിച്ചത് ആ. എടാ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ. ഒരു ലേഡി കണ്ടക്ടറിനെ കടമായിട്ട് ഇങ്ങോട്ട് താ. ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ അവന്റെ മേടിച്ചങ്ങ് തരാം. ദൈവമേ, ഇതൊക്കെ കടം വാങ്ങിച്ചാൽ തിരിച്ചു തരുമോ ആരെങ്കിലും? എടാ ഇത് ആ വഴിയിൽ നടക്കത്തില്ലയോ? ഇവർ ഇതിന്റെ ഡ്യൂട്ടി കളഞ്ഞിട്ട് എന്തുവാണ് പ്ലക്കാർഡ് ഒക്കെ ആയിട്ട് ഇതെന്തോ എഴുതി വെച്ചേക്കുന്നേ? നീ തീ പാലിക്കുക. ആ തീ കൊണ്ടാന്ന് വന്നേക്കുന്നേ ഭഗവാനെ. ആ എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായും നിന്റെ കാല് തിരുമാൻ ഇവിടെ വൈദ്യശാലയല്ല, വേറെ എവിടെയെങ്കിലും കൊണ്ട് തിരുമ. എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായോ? ഇല്ല, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമല്ല, അത് നടപ്പോശമല്ല. അയില്ലല്ലോ. ഞാൻ ഒരു പെണ്ണിനെ സെറ്റാക്കിയിട്ടുണ്ട്. അതേതാടാ പെണ്ണ്? എന്റെ മുറപ്പിള്ള മുറപ്പെണ്ണോ? അവള് കുറെ കാലം കൊണ്ട് അവള് പറയണു അവക്ക് മൂന്നാർക്ക് ഒരു ട്രിപ്പ് പോകണമെന്ന്. അപ്പൊ സാർ ഒരു കാര്യം ചെയ്തേ, സാർ മൂന്നാർക്ക് ഒരു ട്രിപ്പും കൊണ്ടുപോവാ. ഞാനൊക്കെ അവർക്ക് കൂടെ മൂന്നാർക്ക് ഒരു ട്രിപ്പ് പോവുകയും ചെയ്യാം, KRTC ഒരു ലേഡി കണ്ടക്ടർ ആവുകയും ചെയ്യും. നിനക്കും നിന്റെ കാമുകിക്കൂടെ ട്രിപ്പ് പോകാനാണോ KRTC ഇവിടെ ബസ് ഉണ്ടാക്കി ഇട്ടേക്കുന്നത്? നല്ല പണിയായി പോയല്ലോ, അവിടെ നടക്കത്തില്ല. ഞാൻ കൊണ്ടുപോകണം, നിങ്ങൾക്ക് എടുക്കാനും പറ്റൂല, നിങ്ങളായിട്ട് എനിക്ക് ഉണ്ടാക്കി തരൂല, തരത്തില്ല അല്ലേ സാറേ? ഈ ഡിപ്പോടെ 4 മൂലയ്ക്കുള്ള ഞാൻ ജീവിതം ഞാൻ നശിപ്പിക്കും. എന്റെ ദൈവമേ, ഇനി ലേഡി കണ്ടക്ടറിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ മൊത്തം ഇവിടെ നശിപ്പിക്കും. പോവാൻ നോക്കണേ. എന്റെ ദൈവമേ, ഈ ഡിപ്പോയിൽ വന്ന് കയറി അന്നേരം പോലെ തുടങ്ങിയത്. എന്താണ് ഭ്രാന്ത? എന്തോ പറയാനുണ്ട്. എടാ എന്റെ പെണ്ണിനെ കൊണ്ടുപോകുമല്ലോ സുധാകർജി, ഞാൻ അവിടെ ഒരു 7-8 പേര് കൂടി നിൽക്കുന്നു. അവിടെ പുകയും വരുന്നുണ്ട്. എന്താ വിഷയം വല്ലതും ഉണ്ടോ? അത് വേണം സാറേ. ഇവിടെ ഈ കണ്ടക്ടർമാരും ഡ്രൈവർമാരിലൂടെ സമരവാ. എന്താണെന്നറിയോ? ശമ്പളം കൂട്ടാൻ വേണ്ടി പ്രതിഷേധിച്ച് അവിടെ പൊങ്കാല ഇടുവാ. ആ കലത്തിന്റെ ബാക്കിൽ ഒരുത്തൻ ഒളിച്ചിരിക്കുന്നവനേതാ? അവനോ? അവനാ കഞ്ഞി മണ്ണ് വാരിയിടാൻ വന്നവനാ. ഇതെന്തോടാ ഈ സഞ്ചി? അവന് വാരിയിടാനുള്ള മണ്ണാ കൊണ്ട് കൊടുത്തിട്ട് വരും. സുധാകർജി, കുറച്ച് മണ്ണ് എനിക്കൂടെ വെച്ചേക്കണേ, വായിലിടാൻ വേണ്ടി. വന്നവനും കൊള്ളാം, നിന്നവനും കൊള്ളാം. സാറേ, എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായോ? നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല, നടക്കുന്ന പരിപാടിയല്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലല്ലോ. ഇല്ല, ലേഡി കണ്ടക്ടർ ഇല്ല അവിടെ. അപ്പൊ ഞാൻ ഈ ഡിപ്പോന്ന് തന്നെ ഞാൻ ഒരുത്തിനെ സെറ്റാക്കിയിട്ടുണ്ട്. അതേതാടാ ഈ ഡിപ്പോ? സാറേ, അവക്ക് ഈ ഡിപ്പോയായിട്ടൊക്കെ ഭയങ്കര ബന്ധമുള്ളവളാണ് ആള്. എടാ, നമ്മുടെ ഡിപ്പോയിട്ട് ബന്ധമുള്ള ഈ പെണ്ണിനെ എനിക്ക് അവക്ക് ടിക്കറ്റ് കൊടുക്കാനൊക്കെ അറിയോ? ടിക്കറ്റ് കൊടുക്കാൻ അവക്ക് അറിയാമോന്നോ? ഇതിലും വലിയ ടിക്കറ്റ് അവളെ കൊടുക്കുകയും ചെയ്യും. കൃത്യം 2 മണിയാകുമ്പോ അവളെ ടിക്കറ്റ് മുഴുവൻ തീർക്കുകയും ചെയ്യും. എടാ, ഇതിൽ അവളല്ലേ ഇവിടെ അതാ? അവള് തന്നെ ലേതാ, ലോട്ടറി വിൽപ്പനക്കാരി ലേതാ. സാറേ, ഞാൻ അവള് പിടിച്ച കയ്യും കാലും കെട്ടിയെടുത്ത് വണ്ടിയുടെ അകത്തിട്ടിട്ടുണ്ട്. സാറ് ട്രിപ്പ് പറ, ഞങ്ങൾ പുറക്കട്ടെ.